ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 1 മുതൽ ഡേ 26 വരെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നോൺ ആക്ഷൻ സെന്റൻസും നമ്മൾ പഠിച്ചു. അതോടൊപ്പം പോസിറ്റീവ് സെന്റൻസുകളും നെഗറ്റീവ് സെന്റൻസുകളും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള 3 പ്രാക്ടീസ് മെത്തേഡുകളും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം, അല്ലേ? ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അതിന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വേർഡുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇംഗ്ലീഷിൽ 2 തരം ചോദ്യങ്ങളാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മൾ ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പം നമ്മളീ പഠിച്ച 12 ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ നമുക്കൊരു പരിമിതി ഉള്ളത്, ലിമിറ്റേഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആൻസറും യെസ് ഓർ നോ എന്നായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ പോയോ, ഡിഡ് യു ഗോ ദെയർ? അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അവിടെ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്തിനു പോയി, നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ എപ്പോൾ പോയി, നിങ്ങൾ എങ്ങനെ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചോദിക്കാൻ അത് ആണോ അല്ലയോ, യെസ് ഓർ നോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാമെങ്കിൽ അവിടെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡുകളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ 2 രീതി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളവിടെ പോയോ, ഡിഡ് യു ഗോ ദെയർ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനവിടെ പോയി, വൈ ഡിഡ് യു ഗോ ദെയർ? നിങ്ങൾ എപ്പോൾ അവിടെ പോയി, വെൻ ഡിഡ് യു ഗോ ദെയർ? നിങ്ങൾ എങ്ങനെ അവിടെ പോയി, ഹൗ ഡിഡ് യു ഗോ ദെയർ? നിങ്ങൾ എവിടെ പോയി, വേർ ഡിഡ് യു ഗോ? അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഉപയോഗിച്ച യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിന്റെ ആണ്, ഡിഡ് യു ഗോ ദെയർ എന്നുള്ളത്. അതിന് ഒരു മാറ്റവുമില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ വേർഡുകൾ വെറുതെ ഓരോന്നായി അതിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്ത സമയത്ത് എനിക്ക് ഓരോ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത് വെർബില്ലാത്ത ഒരു സെൻറ്റൻസ് ആണ്, നോൺ ആക്ഷൻ സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ അല്ല ഉപയോഗിക്കേണ്ടത്. അവിടെ നമ്മൾ നോൺ ആക്ഷൻ സെന്റൻസ് ഏതാണോ അതിന്റെ ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒരു സ്ട്രക്ചർ ആയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെർബ് വരുന്നെങ്കിൽ അത് ടെൻസ് ആയിരിക്കും. അത്തരത്തിൽ ടെൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണ്. ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട ഒരു 14ഓളം ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ പാഠത്തിൽ 18ഓളം ക്വസ്റ്റ്യൻ വേർഡുകൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വേർഡ് പരിശോധിക്കാം. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് എന്ന് തുടങ്ങിയ ഒരു ചോദ്യം നിങ്ങൾ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആ സെയിം ചോദ്യം നിങ്ങൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് സംതിങ്. ഒരു കാര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസിനെ പറ്റിയോ ഒക്കെ നമ്മൾ ഒരാളൊന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങളായി നമുക്ക് ഈ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് വാട്ട് ഡു യു വാണ്ട്? ഈ 2 സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ സെന്റൻസിൽ വാട്ട് ഈസ് യുവർ നെയിം, ഇത് നോൺ ആക്ഷൻ സെന്റൻസ് ആണ്. കാരണം അവിടെ വെർബില്ല, പ്രവൃത്തിയില്ല. അക്കാരണം കൊണ്ട് തന്നെ നോൺ ആക്ഷൻ സെന്റൻസ് ആണ്. അവിടെ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് നോൺ ആക്ഷൻ സെന്റൻസിന്റെ എന്താണ് സ്ട്രക്ചറിലാണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ താങ്കളുടെ പേര് എന്താകുന്നു? ഒരാളുടെ പേര് ചോദിച്ചറിയുന്നതിന് വേണ്ടി, അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് എന്നുള്ളത്. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം, വാട്ട് ഡു യു വാണ്ട്. ഇപ്പൊ ഡു യു വാണ്ട് എന്നുള്ളത് നമുക്കറിയാം സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? വാട്ട് എന്നില്ല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ഡു യു വാണ്ട്, നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്, യെസ് ഓർ നോ ആണ്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ വെർബ് വന്നു കഴിഞ്ഞാൽ അത് ടെൻസ് ആണെന്ന് അറിയാം. അപ്പോൾ വെർബ് വെച്ച് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ഏതെങ്കിലും ടെൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. അത്തരത്തിൽ വെർബ് വരുന്ന സെന്റൻസുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെൻസുമായി ബന്ധപ്പെട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കേണ്ടത്. അതിന് ഫ്രണ്ടിലായി നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നുള്ളതാണ്.
ഡു യു വാണ്ട് എന്നുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. അതിന്റെ ഫ്രണ്ടിലായി നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചപ്പോൾ വാട്ട് ഡു യു വാണ്ട് അല്ലേ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമാകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ സെന്റൻസ് മാറുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോൺ ആക്ഷൻ സെന്റൻസുകളാണെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചറിൽ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് അതിന്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക. വെർബ് വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അത് ഏതാണ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ഫ്രണ്ടിലായി നിങ്ങൾ എന്താണ് ആ സ്ട്രക്ചറിന്റെ ഫ്രണ്ടിലായി ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം, വേർ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ എവിടെ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ആസ്കിംഗ് അബൌട്ട് എ പ്ലേസ് ഓർ ലൊക്കേഷൻ. അപ്പൊ ഏതെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് വേർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വേർ ഡു യു ലീവ്, വേർ ഈസ് മൈ ഫോൺ അല്ലേ. ഇത് രണ്ട് സെന്റൻസുകൾ നോക്കിയാൽ ഒന്ന് നമുക്കറിയാം ലീവ് എന്നുള്ള വെർബ് വരുന്നത് കൊണ്ട് തന്നെ ടെൻസ് ആണ് നമുക്കറിയാം. ഏത് ടെൻസ് ആണെന്ന് നോക്കിയാൽ അവിടെ ഡു യു ലീവ് അല്ലേ, ഡൂയിൽ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാം. ഡു യു ലീവ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യെസ് ഓർ നോ. അവിടെ നമ്മൾ വേർ ഡു യു ലീവ് എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവിടെ വെർബൊന്നും ഇല്ല, നോൺ ആക്ഷൻ സെന്റൻസ് ആണ്. വേർ ഈസ് മൈ ഫോൺ അല്ലെ, എന്റെ ഫോൺ എവിടെയാണ് എന്നുള്ളതാണ്. ഇത് രണ്ടിലും എവിടെയാണ് എന്നുള്ള അർത്ഥം കിട്ടുന്നു. കാരണം ഒരു ലൊക്കേഷനോ ഒരു പ്ലേസുമായി ബന്ധപ്പെട്ടോ നമ്മളൊരു ചോദ്യം ഒരാളോട് ചോദിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് വേർ എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം ഒരു ലൊക്കേഷനുമായോ ഒരു പ്ലേസുമായോ ബന്ധപ്പെട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നോക്കുകയാണെങ്കിൽ വെൻ, എപ്പോൾ എന്നുള്ളതാണ്. യൂസേജ് മനസ്സിലാക്കാം ആസ്കിംഗ് അബൌട്ട് ടൈം. ഒരു ആക്ഷൻ നടന്നത് എപ്പോൾ എന്ന് അറിയുന്നതിന് വേണ്ടി ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള സമയം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെൻ എന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെൻ ഈസ് യുവർ ബർത്ത്ഡേ അല്ലെ, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസ് വെൻ ഡസ് ദ ട്രെയിൻ അറൈവ് അല്ലെ, ആ ട്രെയിൻ എപ്പോഴാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഡസ് ദ ട്രെയിൻ അറൈവ് എന്ന് വെച്ചാൽ ആ ട്രെയിൻ എത്തിച്ചേരാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കുന്നത് സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ട്. അതിന്റെ മുമ്പിലായി നമ്മൾ വെൻ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ട്രെയിൻ എത്തിച്ചേരുന്നത് എന്നുള്ള അർത്ഥമായി നമുക്ക് ആ സെന്റൻസ് മാറുന്നു. അപ്പോൾ വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്നും വെൻ ഡസ് ദ ട്രെയിൻ അറൈവ് എപ്പോഴാണ് ആ ട്രെയിൻ എത്തിച്ചേരുക എന്നുള്ളതുമാണ് രണ്ട് സെന്റൻസിൽ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ. ഒരാളടുത്ത് നമ്മൾ സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ വെൻ എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഹൂ എന്നുള്ളതാണ്. ഇനി മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആര് എന്ന ഒരു സെന്റൻസിൽ നമ്മൾ ചോദിക്കാനാണ് സാധാരണയായി നമ്മൾ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡും ഹൂം എന്ന ക്വസ്റ്റ്യൻ വേർഡും തമ്മിലുള്ള വ്യത്യാസം പൊതുവെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നമ്മൾ ഹൂവിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ആസ്കിംഗ് അബൌട്ട് എ പേഴ്സൺ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രവൃത്തി ചെയ്ത ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ രാമൻ സീതയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ സബ്ജക്റ്റ് രാമനാണ്. എന്തുകൊണ്ടാണ്? അവിടെ സ്നേഹിക്കുക എന്ന പ്രവൃത്തി ചെയ്ത ആള് രാമനാണ്. ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാമൻ സബ്ജക്റ്റ് ആയി. രാമൻ ചെയ്ത പ്രവൃത്തി നമുക്കറിയാം എന്താണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്, ലവ് ആണ് അല്ലേ. ആരെ അല്ലെങ്കിൽ എന്തിനെ രാമൻ സ്നേഹിക്കുന്നു ചോദിച്ചാൽ അവിടെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സീതയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ സീത എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് ആണെന്ന്, രാമൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ രാമനെ പറ്റി ഒരു സെന്റൻസിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ആരെ എന്നുള്ള അർത്ഥത്തിൽ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ സീതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങളോട് ഉപയോഗിക്കേണ്ടത് ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം. അതിന്റെ എക്സാമ്പിൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ നല്ല സുഹൃത്ത് ആരാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ നോൺ ആക്ഷൻ സെന്റൻസുമായി ബന്ധപ്പെട്ട് ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചത്. രണ്ടാമത് ഹൂ വിൽ അറ്റൻഡ് ദ ക്ലാസ്, ആരാ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ്. സിമ്പിൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് സബ്ജക്ട് കാണാൻ സാധിക്കാത്തത്, സബ്ജക്ട് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്താണ് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് പ്ലേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്ട്രക്ചർ അതേപോലെ എഴുതി ചോദ്യം ചോദിക്കുകയാണ്. ഹൂ വിൽ അറ്റൻഡ് ദ ക്ലാസ് അല്ലേ, ആര് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൂ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഹൂം എന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത് അവിടെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹൂ ആയാലും ഹൂം ആയാലും മനസ്സിലാക്കേണ്ടത് വ്യക്തികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരു സെന്റൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഹൂം എന്ന് വെച്ചാൽ ആരെ അല്ലെങ്കിൽ ആരോട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മലയാളത്തിലും നമ്മൾ എന്താണ് ഉപയോഗിക്കാറുണ്ട്. ആരെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാനത് ആരോട് ചോദിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അത് ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ഒബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ സെന്റൻസിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഹൂ എന്ന് വെച്ചാൽ ഇപ്പൊ രാമൻ സീതയെ സ്നേഹിക്കും എന്ന് പറഞ്ഞ സെന്റൻസിൽ അവിടെ രാമനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. ഹൂ ഈസ് ലവിങ് സീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആയ രാമനെ അറിയാൻ വേണ്ടിയാണ് ആ സെന്റൻസിൽ നമ്മൾ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചത്. ഹൂ ഈസ് ലവിങ് സീത എന്ന് പറഞ്ഞ ആൻസർ രാമ എന്ന് നമുക്കറിയാം. ഇവിടെ രണ്ടാമത് നമ്മൾ ഹൂമിൽ വന്നു കഴിഞ്ഞാൽ ആസ്കിങ് അബൌട്ട് എ പേഴ്സൺ, അത് ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. അവിടെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹൂം ഡസ് രാമ ലവ് അല്ലേ, രാമൻ സ്നേഹിക്കുന്നത് ആരെയാണ്. മനസ്സിലാക്കുന്നത് അവിടെ നമുക്ക് സീത എന്നുള്ള ആൻസർ കിട്ടാൻ വേണ്ടി ആ ഒബ്ജക്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നതിന് വേണ്ടി നമ്മളവിടെ ചോദിച്ചതാണ് ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. ഇത്രയാണ് വ്യത്യാസം. ഒന്നാമത്തേൽ നമുക്ക് ആ ചോദ്യത്തിന്റെ ആൻസർ സബ്ജക്റ്റ് കിട്ടണം, അത്തരത്തിലാണ് നമ്മൾ ഹൂ ഉപയോഗിച്ച് ചോദിച്ചെങ്കിൽ രണ്ടാമത്തേതിൽ എന്താണ് നമുക്ക് സീത എന്നുള്ള ഒബ്ജക്റ്റ് ആൻസറായി കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ എന്താണ് ഹൂം ഉപയോഗിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ്. ഈ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡും ഹൂം എന്ന ക്വസ്റ്റ്യൻ വേർഡും പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പരിശോധിക്കാം. ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി അല്ലേ, ആരെയാണ് നിങ്ങൾ പാർട്ടിക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ്. ഹൂം ഷുഡ് ഐ കോണ്ടാക്ട്, ഞാൻ ആരെ എന്താണ് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ രണ്ട് സെന്റൻസിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ്. അപ്പൊ ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി, യു ഇൻവൈറ്റ് ഇല്ല, അവിടെ പ്രവൃത്തി ചെയ്തത് നിങ്ങളാണ്, യു ഇൻവൈറ്റ്. അപ്പൊ യു ആണ് അവിടെ സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റിനെ അറിയാൻ വേണ്ടിയല്ല ആ ചോദ്യം. ഹൂം ഡിഡ് യു ഇൻവൈറ്റ്, നിങ്ങൾ ആരെയാണ് നിങ്ങൾ എന്താണ് ക്ഷണിച്ചത്, ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആ സെന്റൻസിൽ ഉപയോഗിച്ചത്. ഹൂം ഷുഡ് ഐ കോണ്ടാക്ട് അല്ലേ, അവിടെ ഐ കോണ്ടാക്ട്, അവിടെ ബന്ധപ്പെടുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഐ ആണ് അല്ലെ, ഞാനാണ്. പ്രത്യേകം മനസ്സിലാക്കണം, ഞാൻ ആരെ ബന്ധപ്പെടണം എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റ് അല്ലെ. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഞാൻ ബന്ധപ്പെടണം ആരെ എന്ന് ചോദിച്ചാൽ ആ ആളെ തിരിച്ചറിഞ്ഞു വേണ്ടിയുള്ള ചോദ്യമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഹൂം എന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡും ഹൂം എന്ന ക്വസ്റ്റ്യൻ വേർഡും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം. വിച്ച് എന്നുള്ളതാണ്, ഏത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏതാണോ നമ്മൾ പിക്ക് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് വിച്ച് എന്നുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആസ്കിംഗ് ടു ചൂസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് അല്ലേ, ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ ഉദാഹരണം പറയാൻ വിച്ച് കളർ ഡു യു ലൈക്ക്, ഇപ്പൊ രണ്ട് കളർ അവിടെ ഉണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏത് കളറാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അവിടെ വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാം. കാരണം അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഒന്നിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വിച്ച് ബുക്ക് ഈസ് യുവേഴ്സ്, ഇത് രണ്ട് ബുക്കിൽ ഏത് ബുക്കാണ് താങ്കളുടേത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതിൽ നിന്ന് നമ്മൾ ഒന്നിനെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് വിച്ച് എന്നുള്ളത്. ഇപ്പൊ ഏതെന്ന അർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും ഇംഗ്ലീഷിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ വിച്ച് എന്നുള്ളതാണ്. ഇനി വൈ എന്ന് വെച്ചാൽ എന്തിന് എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന എന്താണ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. ആസ്കിംഗ് ഫോർ റീസൺസ് ഓർ കോസസ് അല്ലെ, കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു ചോദ്യം ഒരാളോട് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് റീസൺ, എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ വൈ ആർ യു ലേറ്റ്, നിങ്ങൾ താമസിച്ചു, അതിന്റെ കാരണം എന്താണ്. ഇവിടെ ആർ യു ലേറ്റ് എന്ന് വെച്ചാൽ നോൺ ആക്ഷൻ ആണ്, ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെർബല്ല. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്തിനാണ് താമസിച്ചത്, റീസൺ, ആ കാരണം നമുക്ക് അറിയണം, അതിനുവേണ്ടി നമ്മൾ ചോദിക്കുകയാണ്. ഒരാൾ താമസിച്ചു വന്നു കഴിഞ്ഞാൽ എന്തിന് താമസിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് വൈ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം അതിനുള്ള റീസൺ, അതിനുള്ള കോസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വൈ ഡിഡ് ഹി ലീവ്, അവൻ എന്തിനു പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു റീസൺ വേണം, അവൻ എന്തെങ്കിലും ആവശ്യമായി പോയോ, ആ റീസൺ ആണ് നമുക്ക് അറിയേണ്ടത്. എന്ത് അത്യാവശ്യത്തിനാണ് അവൻ പോയത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അവൻ പോയത്. വൈ ഡിഡ് ഹി ലീവ്, അവൻ എന്തിനു പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലൊരു റീസണോ അല്ലെങ്കിൽ ഒരു കാസോ ഉള്ള ഒരു കാര്യം ചോദിക്കാൻ നമ്മൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വൈ എന്നുള്ളത്. പ്രത്യേകം എന്താണ് ഓർമ്മിച്ച് വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂസ് എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ ആരുടെ എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ആസ്കിംഗ് അബൌട്ട് ടു ഐഡന്റിഫൈ ദ ഓണർ ഓഫ് ആൻ ഒബ്ജക്ട് ഓർ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ആൻ ആക്ഷൻ അല്ലേ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൂസ് കാർ ഈസ് ദാറ്റ്, whose phone is ringing on the table. ഇവിടെ യൂസേജ് ശ്രദ്ധിക്കേണ്ടത് ആസ്കിംഗ് അബൌട്ട് ടു ഐഡന്റിഫൈ ദ ഓണർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റിന്റെ ഓണറെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അപ്പോൾ ഹൂസ് കാർ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ കാറിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ആ സെന്റൻസിൽ നമ്മൾ ഹൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ആൻ ആക്ഷൻ അല്ലേ, ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ട് ആ സെന്റൻസിൽ
ആരെങ്കിലും റെസ്പോൺസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ചോദിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂസ് എന്നുള്ളത്. ഹൂസ് ഫോൺ ഈസ് റിംഗിങ് ഓൺ ദ ടേബിൾ. ആ ടേബിളിൽ റിംഗ് ചെയ്യുന്ന ഫോണിന്റെ ഉടമസ്ഥൻ ആര് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ സെന്റൻസിൽ ഹൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചത്. ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉടമസ്ഥൻ ആരെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂസ് എന്നുള്ളത്. ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് നോക്കുകയാണെങ്കിൽ ഹൗ. നമ്മൾ മലയാളത്തിൽ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് അബൌട്ട് ദ മെത്തേഡ്സ് ഓർ കണ്ടീഷൻ, ചോദിച്ചറിയുന്നതിന് വേണ്ടി, അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ മെത്തേഡ്സ് എന്ന് വെച്ചാൽ രീതിയാണ്, ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, അവന്റെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പ്രോസസ്സ്, പ്രക്രിയ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഡു യു മേക്ക് ടീ അല്ലേ, അവിടെ ചായ ഉണ്ടാക്കുക എന്നുള്ള ആ പ്രോസസ്സ്, ആ മെത്തേഡ് എങ്ങനെയാണെന്നാണ് ആ സെന്റൻസിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഹൗ ഡു യു മേക്ക് ടീ അല്ലേ, ചായ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ ഹൗ ആർ യു അല്ലേ, അത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള. ഹൗ ആർ യു, നിങ്ങൾ എങ്ങനെയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു സെന്റൻസുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരാളോട് അവരുടെ അവസ്ഥയെ പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രക്രിയയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മെത്തേഡുകളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെ എന്നുള്ള അർത്ഥം അല്ലെ, അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്, എങ്ങനെ അത് ഉണ്ടായി, എങ്ങനെയാകുന്നു ഇപ്പോൾ, ഇത്തരത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ എന്നുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അടുത്ത് നോക്കാം ഹൗ മെനി, എത്ര നമ്പർ അല്ലേ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആസ്കിംഗ് അബൌട്ട് കൗണ്ടബിൾ ക്വാണ്ടിറ്റി. നമുക്ക് ഇംഗ്ലീഷിൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ എന്താണ് നമ്പേഴ്സ് അറിയാൻ, അതിന്റെ ക്വാണ്ടിറ്റി അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മെനി എന്നുള്ളത് അല്ലേ. മലയാളത്തിൽ നമ്മൾ എത്ര എന്നുള്ള അർത്ഥം, അവിടെ എത്ര എന്ന് ചോദിച്ചാൽ ഹൗ മെനിയിലും ഹൗ മച്ചിലും എത്ര എന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ഹൗ മെനിയിൽ നമ്പർ എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റും, ഹൗ മച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. ഹൗ മച്ച് അത് പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. ഇവിടെ നോക്കാം എക്സാമ്പിൾ ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ് അല്ലേ, നിങ്ങളുടെ പക്കൽ എത്ര ആപ്പിൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആപ്പിളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു 6-7 ആപ്പിൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ആപ്പിൾസ് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിൽ എത്ര ആപ്പിൾ നിങ്ങൾ കൈവശം ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ്. അതുപോലെ തന്നെയാണ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് അല്ലേ. ഒരു ക്ലാസ്സിനകത്ത് ഒരു 35-40 കുട്ടികളുണ്ടാവും. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ കൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ് ചോദ്യത്തിന്റെ രൂപത്തിലൂടെ ചോദിക്കുകയാണ് എത്ര എന്നുള്ള ആൻസർ കിട്ടുന്നതിന് വേണ്ടി. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മെനി എന്നുള്ളത്. ഇനി നമ്മൾ ഹൗ മച്ച്, ഞാൻ പറഞ്ഞു ഹൗ മെനി എന്നുള്ളത് നമുക്ക് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന എന്താണ് കാര്യങ്ങൾ എത്രയെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണെങ്കിൽ ഹൗ മച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര എന്ന അർത്ഥത്തിലാണെങ്കിലും അവിടെ നമുക്ക് എന്താണ് അൺകൗണ്ടബിൾ എന്താണ് ക്വാണ്ടിറ്റിയാണ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊരു സെന്റൻസിൽ ചോദിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൗ മച്ച് എന്നുള്ളത്. 2 രീതിയിൽ ഉപയോഗിക്കും ഹൗ മച്ച്. പോയി ഷോപ്പിലൊക്കെ പോയിട്ട് വില ചോദിക്കുമ്പോൾ ആ വില എത്രയാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ അവിടെ ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 2 എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് ഹൗ മച്ച് വാട്ടർ യു നീഡ്. അപ്പൊ ഹൗ മച്ച് വാട്ടർ യു നീഡ് എന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാം വെള്ളത്തിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഡു യു നീഡ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വാട്ടർ നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ 2 ലിറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ഓരോ ബോട്ടിലും വാട്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബോട്ടിലിന്റെ എണ്ണം കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഹൗ മെനി ഉപയോഗിക്കാം. ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ ഡു യു ഹാവ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇത്ര ഉണ്ട് ലിറ്റർ ഉണ്ടെന്ന് പറയാനില്ലാതെ കടലിലോ ഒരു കായലിലോ ഒക്കെ പോയിട്ട് നമുക്ക് ഇത്രത്തോളം വെള്ളം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മച്ച് എന്നുള്ളത്. ഹൗ മച്ച് വാട്ടർ ഡു യു നീഡ് അല്ലെ, എത്രത്തോളം എന്താണ് വെള്ളം നിങ്ങൾക്ക് ആവശ്യമാകുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന് അല്ലെങ്കിൽ 1 ബോട്ടിൽ വെള്ളം എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയാൻ പറ്റും. വേറൊന്നിലേക്ക് മാറ്റിക്കൊണ്ടാണ് നമുക്ക് ഇന്ന അളവിൽ വേണം എന്ന് പറയാൻ സാധിക്കുന്നത്. അല്ലാതെ നമുക്ക് വാട്ടർ ഡയറക്റ്റ് നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അത്തരത്തിൽ കൗണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ എത്ര എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മച്ച് എന്നുള്ളത്.
ഒരു കടയിൽ പോയി നമുക്ക് വില ചോദിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ? വില ചോദിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് അല്ലേ? ഇത് എത്ര വിലയാണ് എന്നുള്ളതാണ്. അപ്പം കോസ്റ്റ് എന്ന് വെച്ചാൽ അതവിടെ നമ്മൾ വെറുപായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സിമ്പിൾ പ്രസന്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾക്കൂടെ കാണാം ഡസ് ഇറ്റ് കോസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഹൗ മച്ച് അതിന് ഫ്രണ്ടിൽ നമ്മൾ ചേർത്തു ക്വസ്റ്റ്യൻ വേർഡ്. അവിടെ നമുക്ക് എന്താണ്? വില ചോദിക്കുകയാണ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് അല്ലേ? ഇതിന് എത്രയാണ് വില എന്നുള്ള അർത്ഥത്തിലും നമ്മൾ എന്താണ് ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സാഹചര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഹൗ മച്ച് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഹൗ ലോങ് അല്ലേ? നമ്മളൊരു പീരീഡ് ഒരു ഡ്യൂറേഷൻ പറയുകയാണ്. ആസ്കിങ് അബൌട്ട് ഡ്യൂറേഷൻ, സമയം ചോദിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ് വെൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതൊരു ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ വെച്ചാൽ ഒരു കാലയളവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ലീവ്ഡ് ഹിയർ, എത്ര നാൾ നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിനാണ് നമ്മൾ അവിടെ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ചോദിച്ചത്. ഇത്ര നാളെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഡ്യൂറേഷൻ ആണ് അല്ലേ? ഒരു കുറച്ച് സമയം എന്താണ് ആ പ്രവൃത്തി ഇങ്ങനെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹൗ ലോങ് ഇസ് ദ മൂവി, ആ മൂവിയുടെ ദൈർഘ്യം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ എന്താണ് ഹൗ ലോങ് ഉപയോഗിച്ചത്. ആ ദൈർഘ്യം എന്ന് വെച്ചാൽ ആ മൂവി നമ്മൾ എന്താണ് തുടങ്ങി അവസാനിക്കുന്ന വരെയുള്ള സമയം, അതിനാണ് നമ്മൾ ആ മൂവിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഡ്യൂറേഷൻ അല്ലെ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യത്തേൽ താമസിക്കുക എന്നും രണ്ടാമത്തേൽ സിനിമ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രവൃത്തിയുടെ ദൈർഘ്യത്തെ കാണിക്കുന്നതിന് ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം എന്താണ് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ ദൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹൗ ഫാർ എന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ വേർഡാണ്. ആസ്കിങ് അബൌട്ട് ഡിസ്റ്റൻസ് അല്ലെ? ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹൗ ഫാർ ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ അല്ലെ? നിങ്ങളുടെ സ്കൂൾ എത്ര ദൂരത്തിലാണ് എന്നുള്ളതാണ്. ഹൗ ഫാർ ഈസ് ന്യൂയോർക്ക് ഫ്രം ഹിയർ അല്ലെ? ഇവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് എത്ര ദൂരമാണെന്നുള്ളതാണ്. ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഹൗ ഫാർ എന്നുള്ളതാണ്. ഇനി ഹൗ ഓൾഡ് നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നിരുന്നാലും എത്ര വയസ്സ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അല്ലേ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഓൾഡ് എന്നുള്ളത്. അപ്പോൾ വയസ്സുമായി ബന്ധപ്പെട്ട് ആസ്കിങ് അബൌട്ട് ഏജ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ഈസ് ദിസ് ബിൽഡിംഗ് അല്ലേ? ഈ ബിൽഡിങ്ങിന് എത്ര കാലപ്പഴക്കമുണ്ട്. ഹൗ ഓൾഡ് ആർ യു, നിങ്ങൾക്ക് എത്ര വയസ്സാകുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഒന്നിന്റെ കാലപ്പഴക്കമോ അല്ലെങ്കിൽ അതിന്റെ പ്രായമോ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഓൾഡ് എന്നുള്ളത്. ഇനി ഹൗ ഓഫൺ എന്നുള്ളതാണ്. എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴെല്ലാം എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എപ്പോഴെല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അല്ലേ? എപ്പോഴെല്ലാം നിങ്ങൾ എന്താണ് അവിടെ പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് മലയാളത്തിൽ. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഓഫൺ എന്നുള്ളത് അല്ലേ? ആസ്കിങ് അബൌട്ട് ഫ്രീക്വൻസി, ഒരു പ്രവൃത്തി ഇങ്ങനെ അടിക്കടി എപ്പോഴൊക്കെ ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഓഫൺ എന്നുള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഓഫൺ ഡു യു എക്സസൈസ് ഇല്ലേ? നിങ്ങൾ എപ്പോഴൊക്കെ വ്യായാമം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ അല്ലേ? എപ്പോഴൊക്കെ നിങ്ങളുടെ ഹോം ടൗണിൽ നിങ്ങൾ എന്താണ് സന്ദർശിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹൗ ഓഫൺ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ? ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, എല്ലാ ദിവസവും ഇല്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എപ്പോഴൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇവിടുത്തെ കോളേജിൽ എന്താണ് വീട്ടിൽ പോയി സംസാരിക്കാറുണ്ടോ, കൂട്ടുകാരോട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എവിടെയെങ്കിലും ഫംഗ്ഷന് പോയി സംസാരിക്കാറുണ്ടോ. ഇതൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഓഫൺ എന്നുള്ളത്. ഇനി ഹൗ ടാൾ അല്ലേ? എത്ര പൊക്കം എന്നുള്ളതാണ്. അപ്പം പൊക്കത്തെ കുറിച്ച് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ടാൾ എന്നുള്ളത്. ആസ്കിങ് അബൌട്ട് ഹൈറ്റ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ടാൾ ആർ യു, നിങ്ങൾക്ക് എത്ര പൊക്കമാകുന്നു എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം ഹൗ ടാൾ ഈസ് ദാറ്റ് ബിൽഡിംഗ് അല്ലേ? ആ ബിൽഡിങ്ങിന് എത്ര പൊക്കമാണുള്ളത്. അപ്പൊ പൊക്കത്തെ കുറിച്ച് നമുക്കൊരു സെന്റൻസിൽ ഇംഗ്ലീഷിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഹൗ ടാൾ എന്നുള്ളതാണ്. ഇനി ഹൗ ഡീപ്പ് അല്ലേ? ആഴം അല്ലേ? എത്രത്തോളം നമുക്ക് എന്താണ് ആഴമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഡീപ്പ് എന്നുള്ളത് അല്ലേ? നമ്മൾ ചോദിക്കേണ്ടത് ആസ്കിങ് അബൌട്ട് ദ ഡെപ്ത് അല്ലേ? ആഴത്തെ പറ്റിയുള്ള
എന്താണ് കാര്യങ്ങൾ ആരുടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഡീപ്പ് എന്നുള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഡീപ്പ് ഈസ് ദിസ് ഓഷൻ, അല്ലെ ഈ സമുദ്രം എത്ര ആഴമുള്ളതാകുന്നു. ഹൗ ഡീപ്പ് ഈസ് ദിസ് പൂൾ, അല്ലെ ഈ പൂള് എത്രത്തോളം ആഴമുള്ളതാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും വെക്കേഷൻ ഒക്കെ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും റിസോർട്ടിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ അവൈലബിൾ ആണ്. പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ പൂളിൽ എത്രത്തോളം ആഴമുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഹൗ ഡീപ്പ് ഈസ് ദിസ് പൂൾ, എത്ര ആഴമുള്ളതാണ് ഈ പൂൾ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഈ ഓരോ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. വളരെ അനായാസം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഹൗ ഫാസ്റ്റ്, എത്ര വേഗം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹൗ ഫാസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ്കിങ് അബൌട്ട് സ്പീഡ്, ഇല്ലേ വേഗതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഇംഗ്ലീഷിൽ ഹൗ ഫാസ്റ്റ് എന്നുള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ഫാസ്റ്റ് ക്യാൻ യു റൺ, അല്ലേ എത്രത്തോളം വേഗതയിൽ നിങ്ങൾക്ക് ഓടാൻ സാധിക്കും എന്നുള്ളതാണ്. ഹൗ ഫാസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവിടെ മനസ്സിലാക്കാം വേഗതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ക്യാൻ യു റൺ, ഓടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാകുമ്പോൾ അവിടെ സ്വാഭാവികമായി വേഗതയാണ് നമ്മൾ ചോദിച്ചറിയേണ്ടത്. അത്തരത്തിൽ വേഗത അറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഫാസ്റ്റ് എന്നുള്ളത്, അല്ലേ. രണ്ടാമത്തെ എക്സാമ്പിൾ ഹൗ ഫാസ്റ്റ് ഈസ് ദിസ് കാർ, ഈ കാർ എത്ര വേഗത്തിലുള്ളതാണ്, അല്ലേ എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവിടെ വേഗതയുമായി ബന്ധപ്പെടുത്തി നമ്മൾ അത്തരത്തിൽ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഫാസ്റ്റ് എന്നുള്ളത്. ഇനി ഹൗ ബിഗ്, അല്ലേ എത്ര വലുത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എത്ര വലുത് എന്ന് ചോദിച്ചറിയാൻ വേണ്ടി അങ്ങനെ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ബിഗ് എന്നുള്ളത്. ആസ്കിങ് അബൌട്ട് സൈസ്, അല്ലേ ഒരു സൈസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൗ ബിഗ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്, അല്ലേ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗ ബിഗ് ഈസ് യുവർ ഹൗസ്, അല്ലെ നിങ്ങളുടെ വീട് എത്ര വലുതാണ് എന്നുള്ളതാണ്. ഹൗ ബിഗ് ഈസ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്ന് ചോദിക്കാൻ നമ്മൾ രണ്ട് സെന്റൻസിലും ഹൗ ബിഗ് എന്നാണ് ഉപയോഗിച്ചത്, അല്ലേ. ഒന്നാമത്തേതിൽ ഹൗ ബിഗ് ഈസ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട് എത്രത്തോളം വലുതാണ്. രണ്ടാമത്തേത് ഹൗ ബിഗ് ഈസ് ദിസ് യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സ് അല്ലെ എത്രത്തോളം വലുതാണ് എന്ന് ഒരാളോട് ചോദിക്കാൻ അവിടെ നമ്മൾ സൈസ് ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഹൗ ബിഗ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു 10-18ഓളം ക്വസ്റ്റ്യൻ വേർഡുകൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ അതിൽ 10-14 എണ്ണം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഹൗ ടാളും ഹൗ ഡീപ്പും ഹൗ ഫാസ്റ്റും അങ്ങനെ നോർമലി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എവിടെയെങ്കിലും ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പൊക്കത്തെ പറ്റിയോ എന്തിൻ്റെങ്കിലും ആഴത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിന്റെ വേഗതയെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിന്റെ വലിപ്പത്തെ പറ്റിയോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ വേർഡുകളാണ്. അപ്പൊ ഈ പാഠത്തിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.